ഈ ഫാമിലി ഒരു ഫൈനാൻഷ്യൽ ഡിസിപ്ലിനിലേക്ക് പോകുമ്പോൾ എന്താണ് അവർ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്സ്? ഏതൊരു ഫാമിലിയും ഫൈനാൻഷ്യൽ ഡിസിപ്ലിനിലെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഓരോ ഫാമിലിയെ സംബന്ധിച്ചും അവരുടെ മന്ത്ലി ഇൻകം അതിൻ്റെ 6 times അറ്റ്ലീസ്റ്റ്, എക്സ്പെൻസിൻ്റെ 6 times ആണ് മിനിമം, അല്ലെങ്കിൽ ഇൻകത്തിൻ്റെ 6 times, അതാണ് ഒരു റൈറ്റ് എമൗണ്ട്. ഇൻകത്തിൻ്റെ മന്ത്ലി ഇൻകം എത്രയാണോ അതിൻ്റെ ഒരു 6 ഇരട്ടി എന്നൊരു ഫിഗർ അവരുടെ കയ്യിൽ എമർജൻസി ഫണ്ടായിട്ട് വേണം. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഫാമിലിയെ കുറിച്ച് നോക്കുമ്പോൾ അവരുടെ കയ്യിൽ ഇപ്പോൾ ഒരു 8 lakhs rupees ഉണ്ട്. അപ്പോൾ ഈ 8 lakhs എന്നുള്ളത് അവർ എമർജൻസി ഫണ്ടായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവരുടെ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് അവർക്ക് അച്ചീവ് ചെയ്തു എന്ന് പറയാൻ പറ്റും. അപ്പോൾ എമർജൻസി ഫണ്ട് മാറ്റി വെക്കേണ്ടത് എവിടെയാണ്? അപ്പോൾ ഇവർക്ക് ഇപ്പോൾ ഈ ഫണ്ട് FDയിലാണ്, ഫിക്സഡ് ഡെപ്പോസിറ്റിലാണ് നിൽക്കുന്നതെങ്കിൽ ഈ ഫാമിലിയെ സംബന്ധിച്ചൊരു കാര്യം വരുന്നത്, ഇവർ ഇപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ അവർ ടാക്സ് ബ്രാക്കറ്റിൽ വരുന്നില്ല. അതായത് ഹസ്ബൻഡിനെ സംബന്ധിച്ച് 1 lakh ആണ് ഇൻകം, അതുപോലെ വൈഫിനെ സംബന്ധിച്ച് 35,000 ആണ്. അവർ രണ്ടുപേരും ടാക്സ് ഫ്രീ എന്ന സ്ലാബിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഇൻസ്ട്രുമെന്റ് FD എന്ന ഇൻസ്ട്രുമെന്റ് കൂടെ മാറ്റി അത് മ്യൂച്വൽ ഫണ്ടിലെ ഡെറ്റ് ഫണ്ടിലോട്ട് അല്ലെങ്കിൽ ലോ ഡ്യൂറേഷൻ ബോണ്ടുകളിലോട്ട് മാറ്റുകയാണെങ്കിൽ അവർക്ക് കംപ്ലീറ്റ് ടാക്സ് ഫ്രീ എന്ന സ്ലാബിലോട്ട് അച്ചീവ് ചെയ്യുന്നതിന് പറ്റും. ഇപ്പം 2 ഗുണങ്ങളാണ്. ഒന്ന്, നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ലോ ഡ്യൂറേഷൻ ബോണ്ട് ഫണ്ടാണ് അവർക്ക് ഏറ്റവും അനുയോജ്യം. അതുപോലെ തന്നെ ടാക്സ് കുറയ്ക്കുന്നതിനും അവർക്കത് ഉപയോഗിക്കുന്നതിന് കഴിയും. സോ ഇത്തരത്തിൽ എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ് ആദ്യത്തെ കാര്യം.